ഫേസ്ബുക്കിൽ വീഡിയോ ഇടുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ആദ്യത്തെ 3 സെക്കൻഡ് പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഏത് വീഡിയോ ചെയ്യുമ്പോഴും ആ വീഡിയോ ആദ്യത്തെ 3 സെക്കൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ 3 സെക്കൻഡിൽ പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ പറ്റിയ എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. രണ്ടാമത്തെ കാര്യം, ഫേസ്ബുക്കിലെ ക്യാപ്ഷൻ അഥവാ ജനങ്ങൾ നിങ്ങളെ ക്യാപ്ഷൻ കണ്ടിട്ടാണ് നിങ്ങളെ പ്രേക്ഷകർ നിങ്ങളെ വീഡിയോ ഓപ്പൺ ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ ക്യാപ്ഷൻ അടിപൊളിയായിരിക്കണം. ഏത് വീഡിയോ ആണോ നിങ്ങൾ ചെയ്യുന്നത് അതിനനുയോജ്യമായ നല്ലൊരു ക്യാപ്ഷൻ നിങ്ങൾ കണ്ടെത്തി അതിനുശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. ക്രിയേറ്റ് റീൽ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു വീഡിയോ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ അമർത്തി നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക. ഇവിടെ നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക. ഫേസ്ബുക്ക് വീഡിയോ എന്ന് ടൈപ്പ് ചെയ്യുക. ഫേസ്ബുക്ക് വീഡിയോ നല്ലൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഫേസ്ബുക്കിൽ എങ്ങനെ പണം ഉണ്ടാക്കാം, ഫേസ്ബുക്ക് പണം എങ്ങനെ ഉണ്ടാക്കാം എന്നതിന് ശേഷം ഡൺ അടിക്കുക. ആഡ് ടോപ്പിക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആഡ് ടോപ്പിക്ക്, ഇവിടെ ടോപ്പിക്ക് കൊടുക്കുക. ഞാനൊരു ടോപ്പിക്ക് ഇവിടെ കൊടുക്കുകയാണ്. ടോക്ക് ഷോ സേവ് കൊടുക്കുക. എന്നതിന് ശേഷം ആഡ് പ്ലേലിസ്റ്റ്, എന്തെങ്കിലും പുതിയ പഴയ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താനും സാധിക്കും. ഇവിടെ ക്ലിക്ക് കഴിഞ്ഞാൽ ഏത് വീഡിയോ ആണോ ആ വീഡിയോൻ്റെ ഹെഡ്ലൈൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിലേക്ക് ആഡാവും. എന്നതിന് ശേഷം ഇത് പബ്ലിക്കാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഫ്രണ്ട്സ് ഓൺലി അല്ലെങ്കിൽ ഓൺലി മീ എന്നൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അവിടെ പബ്ലിക് ആക്കാനും ശ്രദ്ധിക്കുക. എന്നതിന് ശേഷം ഷെയർ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ആവും. മൂന്നാമത്തെ കാര്യം തംബ്നെയിലാണ്. ഒരു വീഡിയോൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തംബ്നെയിൽ. ഈ തംബ്നെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കും അത്ര പരിചയമുണ്ടാവില്ല. നമ്മളെ ഫോളോവേഴ്സൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിലൊക്കെ ഈ തംബ്നെയിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നല്ല ഡിസൈൻ ചെയ്ത തംബ്നെയിൽ കൊടുക്കാൻ ശ്രമിക്കുക. ആ തംബ്നെയിലൊക്കെ നിങ്ങളുടെ ഫോട്ടോ പതിപ്പിക്കാനും ശ്രമിക്കുക. നാലാമത്തെ കാര്യം, ഒറിജിനൽ സൗണ്ട്, നിങ്ങളുടെ സൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇനി മ്യൂസിക് ആണെങ്കിലും കോപ്പിറൈറ്റ് കിട്ടാത്ത അഥവാ ഫേസ്ബുക്കിൽ നിന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് മ്യൂസിക് കിട്ടും. ആ മ്യൂസിക് തന്നെ നിങ്ങളെ വീഡിയോയിൽ ഉപയോഗിക്കുക. അല്ലാതെ പുറത്തുനിന്ന് പല വീഡിയോകളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് കിട്ടും. അഞ്ചാമത്തെ കാര്യം, അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി HD വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് പ്രധാനമായിട്ടും ഒരു ക്വാളിറ്റി വേണം. വീഡിയോക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഫേസ്ബുക്ക് തന്നെ നമ്മളെന്ത് ചെയ്യും, അടുത്ത ആൾക്ക് കാണിപ്പിച്ചു കൊടുക്കും. അങ്ങനെ വ്യൂ കൂടാൻ കാരണമാകും. അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഫേസ്ബുക്ക് റീലും അതേപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സൈസ് നമുക്കൊന്ന് പരിശോധിക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട സൈസിൽ തന്നെ അപ്ലോഡ് ചെയ്യണം. ആ സൈസ് ഇതാണ്. ഞാനിവിടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറ് VN ആണ്. VN ഓപ്പൺ ചെയ്ത് എന്നതിന് ശേഷം പ്ലസ് ബട്ടൺ അമർത്തി ഒരു വീഡിയോ ഞാൻ അതിലേക്ക് കാണിച്ചു തരാം. നെക്സ്റ്റ് അടിച്ച് ഇവിടെ ഒറിജിനലുള്ളടുത്ത് 6/16 ടിക്ടോക്കിൻ്റെ ചിഹ്നമുള്ള ഇതങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെയൊക്കെ റീൽസിൻ്റെ ശരിയായ അളവ് ഇതാണ്. ഈ അളവിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഫേസ്ബുക്കിനെ ലോങ് വീഡിയോ ആണെങ്കിൽ 60.9 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ റീച്ച് ആവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാകും.